മലപ്പുറം തിരൂരിൽ ബിസിനസ് പങ്കാളിയാകാമെന്ന് പറഞ്ഞ് 1 കോടി രൂപയും 125 പവൻ സ്വർണവും തട്ടിയ കേസിൽ യുവതി അറസ്റ്റിൽ. പുറത്തൂർ സ്വദേശി സജ്നയെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പുതുതായി തുടങ്ങുന്ന അരിമില്ലിൽ ബിസിനസ് പങ്കാളിയാകാമെന്ന് പറഞ്ഞായിരുന്നു ഈ തട്ടിപ്പ്. മുബഷീർ ബി അക്ബർ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. റോഷി, 2016-2020 കാലഘട്ടത്തിലാണ് ഈ ഒരു കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. തിരൂർ സ്വദേശിയായിട്ടുള്ള ആഷിഖ് അലി തുടങ്ങാൻ പോകുന്ന ഒരു അരിമില്ല് സ്ഥാപനത്തിൽ ബിസിനസ് പങ്കാളിയാകാമെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് പുറത്തൂർ സ്വദേശിനിയായിട്ടുള്ള സജ്ന ഈ ഒരു രംഗത്തേക്ക് കടന്നു വരുന്നത്. ആഷിഖ് അലി ആദ്യഘട്ടത്തിൽ വിശ്വാസത്തിലെടുക്കുന്നു. അങ്ങനെ ഈ ഒരു യുവാവിനെ ഏകദേശം 4 വർഷത്തോളം എടുത്തുകൊണ്ട് പല ഘട്ടങ്ങളിലായി പണം യുവാവിൽ നിന്നും നേടിയെടുത്തത് ഏകദേശം 1 കോടി രൂപയിലധികമാണെന്നുള്ളതാണ് പോലീസ് പിന്നീട് കണ്ടെത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ 125-ലധികം പവൻ വരുന്ന സ്വർണ്ണാഭരണങ്ങളും ആഷിഖ് അലിയിൽ നിന്നും സജ്ന തട്ടിയെടുത്തതായി പോലീസ് കണ്ടെത്തിയിരുന്നു. പല ഘട്ടങ്ങളിലായി നിക്ഷേപം ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു യുവാവ് ഈ സജ്നയ്ക്ക് ഈ ഒരു പണം കൊടുത്തിരുന്നത് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഒരു ഘട്ടത്തിൽ വഞ്ചന തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് പരാതിക്കാരൻ പോലീസിൽ പരാതി നൽകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരൂർ പോലീസ് കേസെടുത്തുകൊണ്ട് അന്വേഷണം നടത്തിവരികയായിരുന്നു. 3 വർഷത്തിനു ശേഷമാണ് കേസിലെ പ്രതിയായിട്ടുള്ള 40-കാരിയായിട്ടുള്ള സജ്നയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സംഭവത്തിന് ശേഷം വഞ്ചിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം സജ്ന, അതായത് പരാതിക്കാരൻ പരാതി നൽകിയതിനു ശേഷം സജ്ന തിരൂരിൽ നിന്നും മുങ്ങിയിരുന്നു. പിന്നീട് പാലക്കാടായിരുന്നു ഏറെക്കാലമായി ഇവർ താമസിച്ചു വരുന്നത്. അവിടെ വെച്ച് ഇവർ സുപ്രീം കോടതിയിൽ വരെ സമീപിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യം തേടാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് പോലീസും മനസ്സിലാക്കുന്നത്. പോലീസിന്റെ വളരെ കൃത്യമായിട്ടുള്ള വിദഗ്ധമായ അന്വേഷണത്തിനൊടുവിലാണ് സജ്നയെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. നേരത്തെ നിക്ഷേപം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഈ സ്ഥാപനത്തിന്റെ ഉടമയായിട്ടുള്ള ആഷിഖ് അലി സജ്നയോട് ചോദിച്ച സമയത്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ചില ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തത് കൊണ്ടാണ് പണം നിക്ഷേപിക്കാൻ സാധിക്കാത്തത് എന്നുള്ളതായിരുന്നു സജ്ന പറഞ്ഞിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് യുവാവിൽ നിന്നും ഇത്രയധികം പണം കൈപ്പറ്റിയിരുന്നത് എന്നുള്ളതാണ് പോലീസും മനസ്സിലാക്കുന്നത്. വലിയ തട്ടിപ്പ് തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇതിൽ എന്തായാലും അന്വേഷണം പുരോഗമിക്കട്ടെ.